യെസ്, ബ്ലൂ ലോക്ക് ചാപ്റ്റർ 311ഉം 312ഉം ഒഫീഷ്യലി റിലീസായിട്ടുണ്ട്. ആൻഡ് 312 ഇന്നാണ് റിലീസായത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. എനിക്കത് എഡിറ്റ് ചെയ്ത് ചേർക്കണമായിരുന്നു പാനൽസ്. സോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് 312 അവസാനം U20 വേൾഡ് കപ്പ് സ്റ്റാർട്ടാവുകയാണ്. യെസ്, U20 വേൾഡ് കപ്പ് സ്റ്റാർട്ടാവണം. ഒപ്പം തന്നെ നാഗി തിരിച്ചു പോയിട്ട് ബുറാറ്റ്സിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കും തിരിച്ചു വരണം, വേൾഡിലെ നമ്പർ 1 ആവണമെന്ന്. സോ നമുക്ക് ചാപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ സ്റ്റാർട്ടിങ് ചാപ്റ്ററിന് നമുക്ക് കാണിക്കുന്നത് ഒരു ബ്ലൂ ലോക്കറിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മാച്ചാണ്. ആൻഡ് ഈ മാച്ച് ഈഗോ ഭയങ്കര ശ്രദ്ധയോടെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ മാച്ചിലും ഈഗോയുടെ ഫേവറേറ്റ് പ്ലെയർ ആയിട്ടുള്ള ഇസാഗി ഭയങ്കര കിടിലനായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇൻഫാക്ട് ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണിക്കുന്നത് ഇസാഗി ഒരു ഗോൾ അടിക്കുന്നതാണ്. എല്ലാ പ്ലെയേഴ്സും അവരുടെ 100% കൊടുത്തിട്ടാണ് കളിക്കുന്നതെങ്കിലും ഹിയോരി ആയിരിക്കും ഇസാഗിക്ക് അസിസ്റ്റ് ചെയ്തത് ഈ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ഗോൾ അടിച്ചതിന് ശേഷം ഇസാഗി ഹിയോരിയുടെ അടുത്ത് പറയും, നീ ഇപ്പം അടിച്ച ഈ ക്രോസ് ഇതിന്റെ ടെമ്പോ ഒരുപാട് ലേറ്റ് ആണ്, നിനക്ക് ഇതിന്റെ ടൈമിങ് ശരിയാക്കണമെന്ന് ഇസാഗി ഇങ്ങനെ ഹിയോരിയുടെ അടുത്ത് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഹിയോരി, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഹിയോരി പറയും. ആൻഡ് ഇത് കേട്ടിട്ട് കറാസു അങ്ങോട്ട് വരും. കറാസു അങ്ങോട്ട് വന്നിട്ട് പറയും, അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ കളിക്കുന്നുണ്ടെന്ന് പറയും. ആൻഡ് നീ ഇങ്ങനെ ഒരുപാട് ഹാർഷായിട്ട് ഈ ഒരിടത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് കറാസു ഇസാഗിയുടെ അടുത്ത് പറയും. സീരിയസ്ലി ഇസാഗി ഇവിടെ ബിഹേവ് ചെയ്യുന്നത് എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പ്രാക്ടീസ് മാച്ചിൽ അവന്റെ ഫുള്ളും കൊടുക്കുന്നുണ്ട് ഹിയോരി, എന്നിട്ട് പോലും ഇങ്ങനെ കളിക്കാൻ പറ്റില്ല, അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്നെല്ലാം ഇസാഗി ഒരുമാതിരി ക്യാപ്റ്റനെ പോലെ ഇവിടെ ഓർഡർ കൊടുക്കുന്നത് എനിക്കും ഫെയർ ആയിട്ട് തോന്നിയില്ല. ആൻഡ് ഇതിനുശേഷം ഇസാഗിയും കറാസു രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവുന്നുള്ളൊരു നിലയിൽ പോയിക്കൊണ്ടിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട്. ആൻഡ് ഇങ്ങനെ ഫൈറ്റ് ആവുന്നുള്ള നിലയിൽ എത്തിയപ്പോൾ തന്നെ വേഗം അവിടെ ഐക്ക് വരും. ഐക്ക് വന്നിട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റും. ഐക്ക് പറയും, നിങ്ങളുടെ പേരുള്ള കഴപ്പൊക്കെ നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങൾ നേരെ കാണിക്കേണ്ടത് ഗ്രൗണ്ടിലാണ് കാണിക്കേണ്ടതെന്ന് പറയും. അവിടെയാണ് നിങ്ങൾ ഫയർഡപ്പ് ആവേണ്ടതെന്ന് പറയും. ആൻഡ് ഐക്കോടെ വന്നതുകൊണ്ട് തന്നെ അപ്പൊ ഒന്ന് പീസ്ഫുൾ ആയിക്കൊണ്ട് പോകും. കാരണം എത്രത്തോളം ഐക്കു ഒരു നല്ല ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരും. വെറുതെ ഒന്നുമില്ല ജപ്പാൻ U20 ടീമിന്റെ ക്യാപ്റ്റൻ ആയത്. സോ ഐക്കു എത്രത്തോളം നല്ലൊരു ക്യാപ്റ്റൻ എന്നുള്ള കാര്യം നമുക്കിവിടെ കാണിച്ചു തരും. ഇതിനുശേഷം സീന് മൊത്തമായിട്ട് ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് റിന്നിനെ കാണിക്കും. റിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. ഫ്രസ്ട്രേറ്റ് ആയിട്ട് പറയും, ഇസാഗി അടുത്ത് പറയും, 1-2 ഗോൾ അടിച്ചു, ഇച്ചിരി പോപ്പുലർ ആയി, അതുകൊണ്ട് നീ നിന്നെ തന്നെ ഹീറോ ആണെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത് ചോദിക്കും. നിനക്കെന്താ തോന്നുന്നുണ്ടോ ഈ മൊത്തം ടീം നിന്റെ ചുറ്റാണ് റിവോൾവ് ചെയ്യുന്നതെന്ന്? നീ എന്താ പറയണേ? അത് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണോ ഇവരെല്ലാം? ഇപ്പോഴും നീ മാത്രമല്ല നമ്പർ 1, നീ നമ്പർ 1 ആയിട്ടില്ല, നിന്റെ ഒപ്പം തന്നെ ഞാനും ആ പൊസിഷനിൽ തന്നെ ഉണ്ടെന്ന് റിന്ന് പറയും. ആൻഡ് റിന്ന് ഇങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സീൻ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ബുറാറ്റ്സിനെ കാണിക്കും. ബുറാറ്റ്സിറ്റ് അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് വന്നിട്ടുണ്ടാവും. ആള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. ആൻഡ് എന്തിനാണ് എക്സൈറ്റഡ് എന്നല്ലേ, അയാൾ നേരെ വന്നിട്ട് ചോദിക്കുക, എങ്ങനെയുണ്ട് എന്റെ പേസ് ഉണ്ടാക്കുന്ന മെഷീനെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ എന്നാണ് ആ ലെവലാണ് ചോദിക്കുക. ആൻഡ് ഇങ്ങനെ ഇയാൾ ചോദിക്കുന്നുണ്ട് എല്ലാ പ്ലെയേഴ്സും ഒന്ന് ഷോക്കാവും. പക്ഷെ ഈഗോ ഷോക്ക് ആവത്തില്ല. ഈഗോ ഇത് കേൾക്കുന്നുണ്ടാവും. കാരണം ഈഗോക്ക് അറിയാം ഇയാൾ എന്തായാലും ഇങ്ങോട്ട് വരും. ആൻഡ് ഇയാൾ വരാനുള്ള കാരണവും നന്നായിട്ട് ഈഗോക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഈഗോ ഒട്ടും സർപ്രൈസ്ഡ് ആയിരുന്നില്ല. ആൻഡ് ഈഗോ ഇയാളടുത്ത് പറയും, ഞങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുത്ത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ആൻഡ് അതിന്റെ മറുപടിയായിട്ട് ബ്രാഡ്സെറ്റ് പറയും, ഇല്ല ഞാൻ നിങ്ങളെ ഇന്റർഫിയർ ചെയ്യാനൊന്നും വന്നതല്ല, ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഒപ്പം തന്നെ കുറച്ച് പുതിയ പ്ലേയേഴ്സിനെയും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ആൻഡ് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ ബ്രാഡ്സെറ്റ് അവന്റെ പ്ലാന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. ആൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, U20 വേൾഡ് കപ്പിന് 23 പ്ലെയേഴ്സ് അല്ല, മൊത്തം 26 പ്ലെയേഴ്സ് ആയിട്ട് ഒരു ടീമിന് പോവാം. 23 പ്ലെയേഴ്സ് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ആയില്ലേ, ബാക്കിയുള്ള 3 പേര് ഞാൻ തീരുമാനിക്കുന്ന 3 പേരായിരിക്കും. ആൻഡ് ഇത് ഈഗോക്കും അറിയാം, കാരണം ഇത് ഞങ്ങൾ തമ്മിലുള്ള മുന്നേ പറഞ്ഞു വെച്ച കാര്യമായിരുന്നു. ആൻഡ് ഫസ്റ്റ് പ്ലേസിൽ ഈ 3 പേരിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് സായ് ഇത്തോഷിയാണ്. ആൻഡ് സായ് ഇത്തോഷിയുടെ പേര് കേട്ടതും റിന്ന് ഷോക്കായി പോകും. കാരണം അവന്റെ ചേട്ടനും അവന്റെ ഒപ്പം തന്നെ ഫുട്ബോൾ കളിക്കാൻ, അത് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഒപ്പം ഉണ്ടാവുന്ന ആലോചിച്ചിട്ട് അവൻ ആ ഷോക്കായിട്ട് നിൽക്കും. റിന്ന് അവന്റെ ജീവിതത്തിൽ കളിച്ചുള്ള ഏറ്റവും വലിയ മാച്ചിൽ അവന്റെ ഒപ്പോണന്റ് ആയിരുന്ന അവന്റെ ചേട്ടൻ ഇനി അവന്റെ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാച്ചിൽ അവന്റെ കൂടെ തന്നെ ഒരു മിഡ്ഫീൽഡർ ആയിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കും. ബട്ട് ബുറാറ്റ്സിറ്റ പറയും, സായ് ഇത്തോഷി പറഞ്ഞിരിക്കുന്നത് അവൻ നോക്കൌട്ട് മാച്ചസിൽ മാത്രമേ കളിക്കത്തുള്ളൂ. അതായത് റെഗുലർസ് വരുന്ന ഫസ്റ്റ് മാച്ചസിലൊന്നും സായ് ഇത്തോഷി കളിക്കത്തില്ല. നിങ്ങൾ സെമി ഫൈനലിലോട്ടോ ക്വാർട്ടർ ഫൈനലിലോട്ടോ ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സായ് ഇത്തോഷി കളിക്കാൻ ഇറങ്ങത്തുള്ളൂ നിങ്ങളുടെ കൂടെ എന്നുള്ള കാര്യം ഇവിടെ ബുറാറ്റ്സിറ്റ ക്ലിയർ ചെയ്യും. ആൻഡ് ഇനി ബാക്കി വരാൻ പോകുന്ന 2 സ്ലോട്ട്, ആ 2 സ്ലോട്ടിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും. അതെ, ആ 2 സ്ലോട്ടിന് വേണ്ടിയിട്ട് മൊത്തം 300 പേരെ കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ 300 പേരിൽ നിന്ന് വെറും 2 പേര് മാത്രമേ അതിലോട്ട് സെലക്ട് ആവത്തുള്ളൂ. ആൻഡ് ഈ 2 പേർക്കുള്ള സെലക്ഷൻ ഇല്ലേ, അത് ഈ ടീം ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇയാളുടെ പ്ലാന്. ഈ 2 പേർക്കുള്ള സെലക്ഷനും, അതായത് ഈ 300 പേര് തമ്മിലുള്ള ഈ മാച്ച്
ഇയാള് വീണ്ടും ബ്ലൂ ലോക്ക് ടിവിയിലൂടെ ടെലികാസ്റ്റ് ചെയ്തിട്ട് അതിന്ന് പൈസ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഇയാൾക്ക്. ആൻഡ് ഈ 300 പേരുള്ളവർ ഒട്ടുമൊക്കെ വരും ജപ്പാനിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. കാരണം പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ പോപ്പുലർ ആയിട്ടുള്ള മിക്കവാറും ഇതിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ആൻഡ് ഇയാളിതും പറഞ്ഞിട്ട് ഇയാളെ ടാബിൽ ആ പ്ലേയേഴ്സിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കും. ആൻഡ് ആ ഫോട്ടോസിന്റെ കൂട്ടത്തിൽ കിരയെ കാണും, ആര് കാണും, ഇസാഗി കാണും. ആൻഡ് ഇസാഗി കണ്ടതും ഷോക്കായി നിന്നു പോകും. കാരണം കിര ആദ്യ റൗണ്ടിൽ തന്നെ തിരിച്ചു പോയതും കിരയുടെ മുന്നേ ഉണ്ടായിരുന്ന ലൈഫെല്ലാം ഇസാഗിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം വിരാട് സെറ്റ് പറയും, ഇനി നിങ്ങൾ ബ്ലൂ ലോക്കിൽ നിങ്ങളുടെ ജീവൻ കൊടുത്ത് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ബ്ലൂ ലോക്ക് വെറും ഈഗോടത് മാത്രമല്ല, അത് എൻ്റെത് കൂടെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ 100% കൊടുത്ത് കളിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വിരാട് സെറ്റ് അവിടുന്ന് പോകും. ആൻഡ് വിരാട് സെറ്റ് പോയതിനു ശേഷം എല്ലാ പ്ലെയേഴ്സും ഭയങ്കരമായിട്ട് ഷോക്കായി നിന്നുണ്ടാവും. കാരണം ഈ ഒരു പുതിയ പ്ലാൻ കണ്ടിട്ട്. കാരണം ഈ ഒരു പ്ലാനിന് വേറൊരു തിയറി കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആൻഡ് ഈ പ്ലാന് പറഞ്ഞ ശേഷം ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം അങ്ങനെ ഷോക്കായി നിൽക്കുമ്പോൾ ഇസാഗി നേരെ പോകുന്നത് ഈഗോയുടെ അടുത്തേക്കാണ്. ആൻഡ് ഈഗോയുടെ അടുത്തേക്ക് പോയതിനു ശേഷം ഇസാഗി ചോദിക്കുന്നത് ഇതിപ്പോൾ എന്താ ഇവിടെ നടന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇത് കേട്ടിട്ട് ഈഗോ പറയും, നീ ഇതുകുറിച്ച് ആലോചിച്ചിട്ട് പേടിക്കുന്നു വേണ്ട, കാരണം ഇയാൾ വെറും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ആലോചിച്ചിട്ട് വേറെ ചെയ്യണ്ട. ആൻഡ് ഇയാൾ കൊണ്ടുവരുന്ന ഈ 2-3 പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഇയാൾ ഗാമ്പിൾ ചെയ്യട്ടെ. ആൻഡ് ആ ഗാമ്പിൾ അയാൾ കാശും ഉണ്ടാക്കും. പക്ഷേ ആ 3 പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യും, ഈ ടീമിനെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള കാര്യം പറയും. ശേഷം ഇസാഗി ചോദിക്കും, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തു പോയ ഒരു പ്ലെയർ ജപ്പാന് വേണ്ടിയിട്ട് U20 വേൾഡ് കപ്പോ കളിക്കത്തില്ല എന്ന്. അതോ ചോദിക്കും. അത് കേട്ടിട്ട് ഈഗോ പറയും, ഇയാൾ എന്തൊക്കെ ഡിസിഷൻ എടുത്താലും അവസാനം ബ്ലൂ ലോക്ക് എൻ്റെ കയ്യിലാണ്, ഞാൻ പറയുന്നതാണ് ബ്ലൂ ലോക്കിൽ ഫൈനൽ. സോ ആര് കളിക്കണം, ആര് കളിക്കേണ്ട, ആർക്ക് ട്രെയിൻ ചെയ്യണം, ആർക്ക് ട്രെയിൻ ചെയ്യേണ്ട, ഈ കാര്യങ്ങളെല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത് ഈഗോ പറയും. പക്ഷേ ഇൻ കേസ് ബ്ലൂ ലോക്ക് U20 വേൾഡ് കപ്പിൽ തോറ്റു പോവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെല്ലാവരും അയാൾ പറയുന്നത് കേൾക്കേണ്ടി വരും, ഞാൻ അയാൾ പറയുന്നത് കേൾക്കേണ്ടി വരും. കാരണം ഞാനും അയാളും തമ്മിലുള്ള ഡീൽ തന്നെ ബ്ലൂ ലോക്കിനെ അല്ലെങ്കിൽ ജപ്പാനെ U20 വേൾഡ് കപ്പ് ജയിപ്പിക്കുന്നുള്ള കാര്യമാണ്. സോ ഇൻ കേസ് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അയാൾ പറയേണ്ടത് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഈഗോ പറയും. പക്ഷെ എന്തൊക്കെ നടന്നാലും ഈ വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കറെ ഞാൻ ഉണ്ടാക്കും, ആൻഡ് ഈ ജപ്പാനെയും ഞാൻ വേൾഡ് കപ്പ് ജയിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഒരു പോർഷൻ ഇവിടെ അവസാനിപ്പിക്കും. ആൻഡ് വേറൊരു പോർഷനിൽ തുടങ്ങുന്നത് നമുക്ക് ബ്ലൂ ലോക്ക് ഫെസിലിറ്റി കാണിച്ചുകൊണ്ടാണ്, ആ വലിയ ബിൽഡിംഗ് കാണിച്ചുകൊണ്ടാണ്. അതിൻ്റെ മുന്നിലോട്ട് നാഗി ഇങ്ങനെ എൻ്റർ ആവുന്നതും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫാൻസ് ജപ്പാനെ ചിയർ ചെയ്യാൻ വേണ്ടി ഉള്ളിലോട്ട് കയറുന്നതുമാണ് നമുക്ക് കാണിക്കുന്നത്. ആൻഡ് ഇങ്ങനെ 311 ഇവിടെ ക്ലോസ് ആവും. ആൻഡ് 312 ചാപ്റ്റർ തുടങ്ങുന്നത് ഇസാഗിയെ കാണിച്ചുകൊണ്ടാണ്. ഇസാഗി ആദ്യം അവനെ ബ്ലൂ ലോക്കിന് വേണ്ടിയിട്ട് ഗോൾ അടിക്കുന്ന ഒരു മെഷീനായിട്ടാണ് സങ്കല്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ബ്ലൂ ലോക്കിനെ, അതായത് ജപ്പാനെ വേൾഡ് കപ്പ് ജയിപ്പിക്കാനുള്ള ഒരു കീ ആയിട്ടാണ് അവനെ തന്നെ സങ്കല്പിക്കുന്നത്. ആൻഡ് ഇതോടൊപ്പം തന്നെ അവിടുന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കും. അതായത് ജപ്പാൻ വേഴ്സസ് നൈജീരിയ എന്നുള്ള വേൾഡ് കപ്പിലെ ആദ്യത്തെ മാച്ചിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കും അത്. ആൻഡ് ഇതോടൊപ്പം തന്നെ ജപ്പാന്റെ റെഗുലർ പ്ലെയേഴ്സിലുള്ളവരെയും അവിടെ അനൗൺസ് ചെയ്യും. ആദ്യം തന്നെ ഗഗാമാരു ആയിരിക്കും ഗോൾ കീപ്പർ. ഗഗാമാരു അല്ലാണ്ട് ഗോൾ കീപ്പറിന് വേറൊരു ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറായിട്ട് ഗഗാമാരു. ആൻഡ് ഇതിനുശേഷം ഡിഫൻസീവ് ലൈനിലാണെന്നുണ്ടെങ്കിൽ നീക്കോ, ഐക്കു ആൻഡ് ആര്യു. ആൻഡ് ഇവിടെ ജപ്പാൻ ടീമിന്റെ ക്യാപ്റ്റനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഐക്കു ആയിരിക്കും ജപ്പാൻ U20 വേൾഡ് കപ്പിലെ ക്യാപ്റ്റനായിട്ട് ജപ്പാന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ആൻഡ് ഇങ്ങനെ ഡിഫൻസിലുള്ള ഇവരെ 3 പേരെയും കാണിച്ചതിന് ശേഷം നമുക്ക് നേരെ സീൻ ചേഞ്ച് ആയിട്ട് നാഗിയെ കാണിക്കും. ബ്ലൂ ലോക്കിന്റെ ആ ഫാക്കൽറ്റിന്റെ പുറത്ത് നിന്നിരുന്ന നാഗി അതിന്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഉള്ളിലോട്ട് വന്നതിന് ശേഷം ആരടുത്താണ് ആരെ പോയിട്ടാ കാണേണ്ടതെന്നുള്ള കാര്യം അവൻ അറിയുന്നുണ്ടാവില്ല. കാരണം ഇപ്പൊ ഇഗരാഷിയെ കണ്ടതിന് ശേഷമാണ് അവൻ തീരുമാനം എടുത്തത് ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു വരണമെന്നും ഇനി ബ്ലൂ ലോക്കിന് വേണ്ടി കളിക്കണം എന്നുള്ള കാര്യമെല്ലാം അവന് ഇഗരാഷിയെ കണ്ടതിന് ശേഷമാണ് തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ആരെ കാണുന്നുള്ള കാര്യമൊന്നും അവന് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവൻ നേരെ വിരാട് സെറ്റിയെ അന്വേഷിച്ച് നടക്കും. ആൻഡ് ഇനി നാഗി ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ബ്ലൂ ലോക്കിലോട്ട് ആയിരിക്കത്തില്ല അവൻ തിരിച്ചു വരുന്നത്. കാരണം വിരാട് സെറ്റി ഉണ്ടാക്കുന്ന ഈ 3 പേരുടെ ടീമില്ലേ, ഈ 3 പേരുടെ ടീം വെച്ചിട്ട് വേറൊരു തിയറി തന്നെ നടക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ പേരാണ് റെഡ് കീ. യെസ്, ബ്ലൂ ലോക്ക് എന്ന ആ ലോക്കിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കീ പോലൊരു ഗ്രൂപ്പ്. ഇപ്പോൾ ബ്ലൂ ലോക്കിലെ നാഗി, അതായത് നാഗിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു മാങ്ക ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരുന്നായിരുന്നു. ആ മാങ്ക ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് മാങ്ക ഇങ്ങനെ റെഡ് കീ എന്നുള്ളൊരു മാങ്കയായി വരുന്നുള്ളതൊക്കെ ഒരുപാട് റൂമർ നടക്കുന്നുണ്ട്. ആൻഡ് ഇനി വരാൻ പോകുന്ന 313 തൊട്ടിട്ട് ബ്ലൂ ലോക്ക് മാങ്ക ഏത് തരത്തിലുള്ള ഹൈപ്പിലാണ് പോകണമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും വലിയ മാച്ചസും അത്രയും വലിയ ചാപ്റ്റേഴ്സും ആണ് വരാൻ പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്നുള്ള ചാപ്റ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ. ആൻഡ് നമുക്ക് ചാപ്റ്ററിലോട്ട് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇതിനുശേഷം ചാപ്റ്ററിൽ നമുക്ക് മിഡ്ഫീൽഡ് അനൗൺസ് ചെയ്യും. ആൻഡ് റൈറ്റ് സൈഡ് മിഡ്ഫീൽഡർ ബാക്ക് ആയിട്ട് നമ്മുടെ ചിഗിരിയും, ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഹിയോരിയും ആയിരിക്കും. ആൻഡ് ഇവർ 2 പേരെയും കാണിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നാഗിയെ കാണിക്കും.
കാണിക്കും. നാഗിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടുന്ന് ഓടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതെ, അവിടുന്ന് ഓടിയിട്ട് എത്രയും പെട്ടെന്ന് ബുരാഡ് സുറ്റയുടെ അടുത്ത് എത്തണം എന്നുള്ളതായിരിക്കും അവന്റെ മൈൻഡിൽ. കാരണം ഇനി അവന് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അവനോടായിരുന്നിട്ട് സെക്യൂരിറ്റീസിനെ എല്ലാം മാറ്റിയിട്ട് ബുരാഡ് സുറ്റയെ നോക്കിയിട്ട് അവൻ എവിടെയാണെന്ന് അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കും. നേരെ VIP ഫ്ലോറിലോട്ട് പോകും. കാരണം ബുരാഡ് സുറ്റയെ കണ്ട് ചോദിക്കണം ഇപ്പോഴും അവന് വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് ആ പുതിയ പ്ലാനിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. സോ അവൻ നേരെ VIP ഫ്ലോറിലോട്ട് പോകും. എന്റെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെല്ലാം പിന്തള്ളിയും കൊണ്ട് നാഗി ആ VIP റൂമിലോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ കാണികൾ ചിയർ ചെയ്യുന്നത് കാണിക്കും. അതിന്റെ ഒപ്പം തന്നെ മിഡ്ഫീൽഡ് സെന്റേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് കാണിക്കും. റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് റിയോയും, സെന്ററിൽ കറാസും, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് ദ യെല്ലോ ടെക്നീഷ്യൻ എന്നെല്ലാം പറഞ്ഞിട്ട് ബച്ചീരയെയും കാണിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് വീണ്ടും നാഗിയെ കാണിക്കും. നാഗി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നാഗിയുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവിടെ കാണിക്കുക. നാഗി ആലോചിക്കുന്നത് പണ്ടൊക്കെ അവന് റിയോന്റെ ഒപ്പം കളിക്കുന്നതാണ് ഫയറപ്പ് ആവുന്നുള്ള ഏറ്റവും വലിയ കാരണം കണ്ടിരുന്നത്. ബ്ലൂ ലോക്കിന്ന് പുറത്തായി ഈ ടൈമിലാണ് അവന് കാര്യം മനസ്സിലാവുന്നത്. അവൻ ഫയറപ്പ് ആവേണ്ടത് അവന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യവും റിയോടൊപ്പം കളിച്ചാൽ മാത്രമല്ല ഫയറപ്പ് ആവാൻ പറ്റുന്നുള്ള കാര്യവും അവന് ഈ ടൈമിലാണ് മനസ്സിലാവുന്നത്. സോ ഇതെല്ലാം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇവിടെ കട്ടി നമുക്ക് വീണ്ടും ഗ്രൗണ്ടിലെ ഫോർവേഡിനെ അനൗൺസ് ചെയ്യുന്ന കാണിക്കും. ഫസ്റ്റ് ഫോർവേഡായിട്ട് റിന്നിനെ അനൗൺസ് ചെയ്യും. ആൻഡ് റിന്നിനെ അനൗൺസ് ചെയ്യുന്ന ഒപ്പം തന്നെ നമുക്ക് അവിടെ ബുരാഡ് സുറ്റയും കാണിക്കും. ബുരാഡ് സുറ്റ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഷാമ്പയിനെ എല്ലാം പിടിച്ച് നിൽക്കുകയായിരിക്കും. ആൻഡ് പെട്ടെന്ന് തന്നെ നാഗി ആ റൂമിലോട്ടൊന്ന് നോക്ക് പോലും ചെയ്യാണ്ട് ആ വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് ചെല്ലും. ആൻഡ് ഇത് കണ്ടിട്ട് ഇയാള് നാഗിയെ തിരിഞ്ഞു നോക്കും. നാഗി അതിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോ തന്നെ മെയിൻ ഫോർവേഡ് ആയിട്ടുള്ള ബ്ലൂ ലോക്കിന്റെ ഹീറോ ആയിട്ടുള്ള ഇസാഗിയുടെ അനൗൺസ്മെന്റ് അവിടെ ഉണ്ടാവും. ആൻഡ് ഇത് കേട്ടിട്ട് മൊത്തം കാണികളും ആർത്ത് വിളിക്കാൻ തുടങ്ങും. ആൻഡ് ഇവിടെ കട്ടിട്ട് നമുക്ക് വീണ്ടും നാഗിയെ കാണിക്കും. നാഗിയുടെ ഈഗോ എന്താണ് കാണിക്കും. നാഗിക്ക് ഇപ്പോൾ ഒറ്റൊരു കാര്യം മാത്രമേ മനസ്സിലുള്ളൂ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആവുക, അത് മാത്രമാണ് അവന്റെ ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു പാനലിൽ നാഗിയെ കാണിക്കും. ഡീമൺ ഇസാഗിയെ പോലെ ഡീമൺ നാഗി വിത്ത് അവന്റെ ഫുൾ ബ്ലൗൺ ഈഗോ അവിടെ നമുക്ക് കാണിക്കും. ആൻഡ് ആ ഫുൾ ബ്ലൗൺ ഈഗോയില് അവൻ ബുരാഡ് സുറ്റ എടുത്ത് ചോദിക്കും, ആ ഒരു സ്പോട്ട് ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് അവിടെ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ട് ബുരാഡ് സുറ്റ ഒന്ന് ചിരിക്കും. ആൻഡ് ഇവിടെ കട്ടിയത് നമുക്ക് അടുത്ത് നൈജീരിയ ടീമിനെ കാണിക്കും. നൈജീരിയ ടീം ഇറങ്ങി വരുന്നത് കാണിക്കും. അവർ ബ്ലൂ ലോക്കിനെ ഒരുമാതിരി വെൽക്കം ചെയ്ത പോലെ ആയിരിക്കും അവർ ഇറങ്ങി വരിക. ആൻഡ് ഇത് കണ്ടിട്ട് ഇസാഗി ടൈം ടു ഗെറ്റ് ദ ടോപ്പ് എന്ന് പറയും. ആൻഡ് വേൾഡ് കപ്പ് U20 വേൾഡ് കപ്പ് കിക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ പാനൽ ഇവിടെ ക്ലോസ് ചെയ്യും. ആൻഡ് 312 ഇവിടെ ഇങ്ങനെ ക്ലോസ് ആവും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നുള്ള കാര്യവും വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിനെ പറ്റിയുള്ള തിയറീസും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ താഴെ കമന്റിൽ പറയാം. ആൻഡ് അടുത്ത ചാപ്റ്റർ അടുത്ത വീക്കിലാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഡേറ്റിന് എനിക്ക് അറിയില്ല. ആൻഡ് ഇനി മാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സിംഗിൾ മാച്ചസ് ആയിട്ട് കവർ ചെയ്യുന്നത് എനിക്കറിയില്ല അത് ത്രില്ലിങ് ആയിരിക്കുമോ എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് എന്തായാലും മാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തായാലും അടുത്ത ചാപ്റ്റേഴ്സ് വരട്ടെ. സോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ഗൈസ്, ബൈ.